ഹലോ. അങ്ങനെ അവൾ വരുന്നു വിജയശ്രീലാളിതയായി. ഇനി കള്ളനും കള്ളികൾക്കും രക്ഷയില്ല. പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഏതായാലും അബി ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എടുത്തു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെയൊക്കെ മേൽനോട്ടത്തിനായി ഒരാളെ അവിടെ നിയമിച്ചിട്ടുണ്ട്. അബിക്ക് എന്ത് ചെയ്യണമെങ്കിലും അയാളുടെ പെർമിഷൻ ചോദിക്കണം. അത് അബിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഏതായാലും അബി അത് ജലജയെ വിളിച്ച് പറയുന്നത് കാരണം ജലജ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, ഇപ്പോൾ അവന് നല്ല ശമ്പളം കിട്ടും. പിന്നെ ആ ബ്രാഞ്ച് നന്നായി നോക്കിയാൽ വർഷം നല്ല ഇൻസെൻറ്റീവും കിട്ടും. അതൊക്കെയാണ് അവൻ ഉണ്ടാക്കേണ്ട നേട്ടങ്ങൾ. അതിനാണ് അവൻ പരിശ്രമിക്കേണ്ടത്. കോഴിക്കോട്ട് നിന്ന് വന്ന മാനേജർ നല്ല പരിചയസമ്പന്നനായ ഒരാളാണ്. അങ്ങനെ ഒരാൾ വരുമ്പോൾ അയാളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും അയാളെ യൂട്ടിലൈസ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ വിമർശിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. ഏതായാലും ജലജയ്ക്ക് ഇതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനി ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോകും. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, കൂടിപ്പോയാൽ നീ പുറത്തു പോകും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പറയാത്തത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആ നവ്യമോളുടെ കണ്ണു മൂടി കെട്ടാനാണ് അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്ത് കളയുകയാണ് വേണ്ടത്. റാസ്കൽ എന്നിങ്ങനെ കലിപ്പിലാണ് മുത്തശ്ശൻ. പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ്. ഏതായാലും നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അവിടെ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞ് നന്ദു പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ അവളെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ നയനയും ആദർശം ഇരിപ്പുണ്ട്. നന്ദുവിനെ കണ്ടതും ആദർശ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, എന്താ വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അതെ എന്ന് പറയുന്നുണ്ട് നന്ദു. പിന്നെ നയനെ ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിവിടെ നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ട്, അറിയാലോ തുഷാരയെ. അത് കേട്ട് ആദർശ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അത് കൊള്ളാലോ നന്ദു, സാധാരണ നിനക്ക് എവിടെ പോയാലും ആണുങ്ങളാണല്ലോ ഫ്രണ്ട്സായിട്ടുള്ളത്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ ഞങ്ങൾ ഒരുമിച്ചല്ലേ റൂമിൽ ഉണ്ടായിരുന്നത്. പിന്നെ അവൾ എന്ത് കാര്യത്തിനും എന്നോടൊപ്പം നിൽക്കും, ഒറ്റുകൊടുക്കുകയൊന്നുമില്ല. പഴയ ട്രെയിനറിനെ അടി കൊടുക്കാൻ പോയപ്പോൾ അവളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, ഈ തുഷാരയുടെ നമ്പർ അനിയുടെ കയ്യിലുണ്ട് അല്ലേ? അന്നേരം നന്ദു പറയുന്നുണ്ട്, അത് അവൾ പറ്റിച്ച പണിയാണ്. മിക്കപ്പോഴും അനി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഫോൺ എടുക്കുകയില്ല. അങ്ങനെ കഷ്ടം തോന്നിയിട്ട് അവൾ അനിയെ വിളിച്ച് അവളുടെ നമ്പർ കൊടുത്തു. അതുകൊണ്ട് അനിക്കൊരു ഇടനിലക്കാരിയെ കിട്ടി എന്നോട് കാര്യങ്ങളൊക്കെ പറയാൻ. അത് കേട്ടപ്പോൾ നയന പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടും അനി പിന്തിരിയുന്ന ലക്ഷണമില്ലല്ലോ ആദർശേട്ടാ. പിന്നെ നന്ദു പറയുന്നുണ്ട്, ഒരുപാട് അവനെ അവഗണിച്ചാൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് എനിക്ക് ഭയമുണ്ട് ആദർശേട്ടാ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, നീ അവനോട് അടുക്കാനൊന്നും പോകരുത്. പിന്നെ അവർ 3 പേരും അവിടുന്ന് പുറപ്പെടുന്നുണ്ട്. അതിലിടയ്ക്ക് ചന്തുമോളുടെ കാര്യങ്ങളൊക്കെയും അതിനാലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനകയെയും ഗോവിന്ദനെയുമാണ്. 2 പേരും ഇങ്ങനെ ആകാംക്ഷയോടെ മോള് വരുന്നതും കാത്തു നിൽക്കുകയാണ്. നന്ദു എത്തിയതും നന്ദുമോളെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ കനക. ഗോവിന്ദനും ഭയങ്കര നന്ദുവിനെ കണ്ടതോടുകൂടി വളരെ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ നയനയോടും ആദർശിനോടും വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് ആദർശിനോട് ഒന്നും മിണ്ടുന്നു പോലുമില്ല. അത് മനസ്സിലാക്കിയ ആദർശ് പറയുന്നുണ്ട്, നയനെ നമുക്ക് പോകാമെന്ന്. നയനക്കും നന്ദുവിനും ഒക്കെ സങ്കടമാകുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഈ തരത്തിലുള്ള പെരുമാറ്റം കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ട്, നമുക്കിപ്പോൾ തന്നെ പോകാം ആദർശേട്ടാ, ഒരു നിമിഷം എന്നും പറഞ്ഞിട്ട് നന്ദുവിനെയും കൂട്ടിയിട്ട് റൂമിൽ പോകുന്നുണ്ട്. നന്ദു ചേച്ചിയോട് പറയുന്നുണ്ട്, എനിക്കറിയാം ചേച്ചി എല്ലാ സത്യവും അറിയാമെന്ന്. അതങ്ങ് അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ മോളെ. ആദർശേട്ടൻ ചന്തുമോളുമായിട്ട് ആദർശേട്ടന് ഒരു ബന്ധവുമില്ലെന്നാണ് പറഞ്ഞത്. അത് ഞാൻ വിശ്വസിക്കുന്നു, അത്രമാത്രം. നീ SI അല്ലേ, ഇനി എന്താ സത്യമെന്ന് നീ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും ചേച്ചി. അതിനു മുൻപ് എനിക്കൊരാൾക്ക് ഒരു നല്ല പണി കൊടുക്കാനുണ്ട്. എന്നെ തുരത്തി ഉപദ്രവിക്കുന്ന ആ വേണുവിനും രേവതിക്കും അവർക്ക് ഒരിക്കൽ കിട്ടിയതൊന്നും പോരാ. അപ്പോൾ നയന പറയുന്നുണ്ട്, മോളെ വേണ്ടാത്ത പ്രശ്നത്തിനൊന്നും എടുത്തു ചാടാൻ നിൽക്കണ്ട എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. അനാമിക പറയുന്നുണ്ട്, അമ്മയും മരുമകളും സ്നേഹിക്കാൻ തുടങ്ങിയതോടെ എനിക്ക് അവിടെ നിൽക്കാനേ ഇഷ്ടമില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ചന്തുമോളും വന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വീണു വരുന്നുണ്ട്. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോളെ ഒരു ദുഃഖ വാർത്തയുണ്ട്, അവൾ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നു.
വിജയ ശ്രീലാളിതയായിട്ട്. അത് കേട്ട് അമ്പരന്ന് നോക്കുന്നുണ്ട് അനാമികയും രേവതിയും. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഈശ്വര, അവളേതെങ്കിലും ഗുണ്ടകളുള്ള സ്ഥലത്തേക്ക് പോയാൽ മതിയായിരുന്നു. അവിടെയുള്ള ഗുണ്ടകളോടും രാഷ്ട്രീയക്കാരോടുമൊക്കെ തമ്മിലടിച്ച് അവളങ്ങ് തീർന്നാൽ മതിയായിരുന്നു. അപ്പോൾ വേണു പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ സാധ്യതയില്ല. മൂർത്തി സാർ അവളെ നല്ല ഒരു പ്രശ്നവുമില്ലാത്ത സ്റ്റേഷനിലേക്ക് മാറ്റാൻ റെക്കമെൻഡ് ചെയ്യും. കുറച്ചൊന്ന് ഒതുങ്ങി കൊടുക്കുന്നതാ നല്ലത് മോളെ എന്ന് പറയുന്നുണ്ട് വേണു. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ആനി അക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് നന്ദുവിൻ്റെ വിവരം അറിയാൻ. ആദർശ നയനയും വന്നതും ആനി ചോദിക്കുന്നുണ്ട്, ഏട്ടാ നന്ദു വന്നോ എന്ന്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നീ ചോദിക്കുന്നത്? അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അവൻ ചോദിക്കും, അതിനു വേണ്ടിയാണല്ലോ വഴി കണ്ണുമായിട്ട് അവൻ ഇവിടെ ഇങ്ങനെ കാത്തിരുന്നത്. എടാ, നീ പോയി അവളെയും കൂട്ടി ഇങ്ങ് പോരൂ എന്ന് പറയുകയാണ് ജലജ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ മൂന്നാളും ഇവിടെ തന്നെ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവളുടെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ കൊടുത്ത വീട് അവിടെ ഫ്രീ ആകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേട്ട് നയന പറയുന്നുണ്ട്, അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അന്നേരം ജലജ പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും പറയേണ്ടടി, നിൻ്റെ ഒന്നും മനസ്സിൽ ശരിയില്ല. അതുകൊണ്ടാണ് നിനക്ക് അന്യ പെൺകുട്ടിയുടെ കുഞ്ഞിനെ ലാളിക്കേണ്ടി വന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതേപ്പറ്റിയൊന്നും അപ്പച്ചി പറയണ്ട, അപ്പച്ചിയുടെ മനസ്സല്ല ഇവൾക്ക്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് ശരിയാ, ഇവൾ ഏതായാലും നിന്നെ വിട്ടുപോകില്ല, എന്തായാലും നിന്നെ വിട്ടുപോകില്ല. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മരുമകളാ കുറച്ചെങ്കിലും മെച്ചം. നിൻ്റെ സ്ഥാനത്ത് അബിയായിരുന്നു ഈ അവസ്ഥയെങ്കിൽ അവൾ എന്നെ അബിയെ വിട്ട് അവളുടെ വീട്ടിലേക്ക് പോയേനെ. അപ്പോൾ നയന മനസ്സിലിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാ സത്യങ്ങളൊന്നും ഞങ്ങൾ വെളിയിൽ വിടാത്തത് എന്ന്. ആദർശം പറയുന്നുണ്ട്, ദേ അപ്പച്ചി, വഴക്കിടാനായിട്ട് ഓരോന്നും പറയാൻ നിൽക്കരുത്, അത് അപ്പച്ചിക്ക് തന്നെയാ ദോഷം ചെയ്യുക. എന്നിട്ട് ആദർശം അനിയോട് പറയുന്നുണ്ട്, നന്ദു നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് കരുതി അവളെ കാണാൻ ശ്രമിക്കരുത്. അതിൻ്റെ പേരിൽ ഇനി എൻ്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങരുത്. ഇതോടെ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.